പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബൈബിളിൽ സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങൾ എത്ര? ഉത്തരം 2. ഹൗ മെനി ബുക്സ് ഇൻ ദ ബൈബിൾ ആർ നെയിംഡ് ആഫ്റ്റർ വിമൻ? ആൻസർ 2. ബൈബിളിൽ സ്ത്രീകളുടെ പേരിലുള്ള പുസ്തകങ്ങൾ ഏതെല്ലാം എന്നും ചോദിക്കാം. രൂത്തും എസ്തറും. വാട്ട് ബുക്സ് ആർ നെയിംഡ് ആഫ്റ്റർ വിമൻ ഇൻ ദ ബൈബിൾ? രൂത്ത് ആൻഡ് എസ്തർ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാമേ. പിന്നെ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും അവരവരുടെ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവർ ആരെല്ലാം? മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തറും. Who have demonstrated their devotion and faithfulness to God through their own lives? Answer: Ruth, a Moabite woman, and Esther, a Jewish woman. എപ്പോഴും ഉത്തരങ്ങൾ നമ്മുടെ പുസ്തകത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അതുപോലെ പുസ്തകത്തിലെ പോലെ ആൻസർ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ആരാണ് രൂത്ത്? തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മായിയമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മായിയമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തത് വഴി മനുഷ്യന് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട ആളാണ് രൂത്ത്. ഹൂ ഈസ് രൂത്ത്? Ruth's name got included in the salvation history that God has prepared for mankind and in the genealogy of Jesus, since she loved and served her mother-in-law as her own mother and loved her mother-in-law's God as her own after her husband's death. രൂത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത് എന്താണ്? നീതിമാനായ ദൈവം അവളെ കാലാ പെറുക്കുവാൻ പോയ വയലിൻ്റെ നാഥയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. What can be witnessed throughout the book of Ruth? The events leading to the redemption of Ruth by the just God, who transformed her from a poor woman gleaning grain behind the harvesters in a field into the owner of the fields where she had come to glean, are what we witness throughout the book of Ruth. രൂത്ത് എന്ന പുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? ചെറിയ പുസ്തകത്തിൽ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മനോഹര ചിത്രം ഇവിടെയുണ്ട്. യഹോവയാം ദൈവത്തോടുള്ള വിലമതിപ്പിൻ്റെയും അവൻ്റെ രക്ഷാകര ക്രമീകരണങ്ങളിലുള്ള ആശയത്തിൻ്റെയും വിവരണം ഇവിടെ കാണാം. മശിഹൈക വംശപാരമ്പര്യത്തിൽ യഹോവയ്ക്കുള്ള അതിയായ താൽപ്പര്യം എടുത്തു കാണിക്കുന്ന ഒരു വിവരണം എന്നതിനപ്പുറമായി ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണം. What are the characteristics or specialities of the book of Ruth? Great truths have been revealed in this small book. There is a beautiful portrait of the history of 3 widows who attain the experience of redemption. We can see the details of how much they honored their God, Jehovah, and how much they trusted in His salvific arrangements for them. Last point, beyond emphasizing the interest that God Jehovah took in the genealogy of the Messiah, the book of Ruth can also be understood as a touching description of the joys and sorrows within a family. എപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉള്ളത്? ഇസ്രയേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്തെ 11 വർഷങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഉള്ളത്. When did the events in the book of Ruth take place? The book includes events that took place over a span of 11 years during the period when Israel had been ruled by the judges. അടുത്തതൊരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. രൂത്തിൻ്റെ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയങ്ങൾ എന്തെല്ലാം? അധ്യായം 1. യഹൂദനായ എലിമലേക്ക് ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം മോവാബിൽ താമസമാക്കുകയും മക്കളായ മഹ്ലോനും കില്യോനും മോവാബ്യരായ രൂത്തിനെയും ഓർപ്പയെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, എലിമലേക്കും മഹ്ലോനും കില്യോനും മരിക്കുകയും അമ്മായിയമ്മയും മരുമക്കളും വിധവകളാകുകയും ചെയ്യുന്നു. തേർഡ് പോയിന്റ്, നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഓർപ്പ അവരെ വിട്ടുപോകുന്നു. രൂത്ത് നവോമിയുടെ ദൈവത്തോടും വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നവോമിയോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നു.
What are the contents in the book of Ruth? Chapter 1, first point. Elimelech, a man from Judah, together with his wife Naomi and 2 sons, goes to live in the country of Moab, and his sons Mahlon and Chilion marry 2 Moabite women, Orpah and Ruth. Elimelech and his sons Mahlon and Chilion pass away, and the mother-in-law and the 2 daughters-in-law are left widows. Third point. Obeying the instructions of Naomi, Orpah leaves them. Ruth accompanies Naomi to Bethlehem, declaring her allegiance to Naomi and Naomi's God. രണ്ടാം അധ്യായത്തിൽ രൂത്ത് ബോവാസിൻ്റെ വയലിൽ കാല പെറുക്കുന്നു. രൂത്തും ബോവാസും കണ്ടുമുട്ടുകയും ബോവാസ് കാണിച്ച ദയയെക്കുറിച്ച് അവൾ നവോമിയോട് പറയുകയും ചെയ്യുന്നു. Chapter 2. Ruth goes gleaning in the field of Boaz. Ruth and Boaz meet each other and she reports to Naomi about the kindness that Boaz had shown her. അധ്യായം 3. നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് രൂത്ത് ബോവാസിൻ്റെ മെതിക്കളത്തിലെത്തുന്നു. ബോവാസ് നവോമിക്ക് നൽകുവാൻ കൊടുത്ത സമ്മാനവുമായി രൂത്ത് തിരിച്ച് നവോമിയുടെ അടുക്കൽ എത്തുന്നു. Chapter 3. Ruth arrives at the threshing fields of Boaz. Following Naomi's instructions, Ruth returns to Naomi with the gift Boaz had given for Naomi. നാലാം അധ്യായത്തിൽ ബോവാസ് വീണ്ടെടുപ്പുകാരനായി മാറുന്നു. സെക്കൻഡ് പോയിന്റ്, രൂത്തിനും ബോവാസിനും ഓബേദിൽ ജനിക്കുന്നു. യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി ഓബേദിനെ ഉൾപ്പെടുത്തി ദാവീദിൻ്റെ വംശപരമ്പര എടുത്തു കാണിക്കുന്നു. Chapter 4. Boaz turns into her redeemer. A son, Obed, is born to Ruth and Boaz. The direct lineage from King David is made apparent by including Obed in the genealogy of Jesus. അടുത്തത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എങ്ങനെയുള്ളതാണ്? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി സാർവത്രികമാണ്. അവിടെ പുരുഷനും സ്ത്രീയും യവനനും യഹൂദനും പ്രവാസിയും സ്വദേശിയും പരദേശിയും ഒക്കെ ദൈവത്തിരുമുമ്പാകെ ഒന്നാകുന്ന അനുഭവമാണുള്ളത്. What is God's plan of salvation? God's plan of salvation is universal. Therefore, we have the experience of man and woman, Greek and Jew, foreigner and resident, all becoming one before God. Thank you for watching.